ഹലോ, വെൽക്കം ടു ലൈക്ക് അഗെയിൻ. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ഒരു ക്ലീനിങ്ങിൻ്റെ എപ്പിസോഡാണ് ഗൈസ്. കുറച്ചധികം നാളായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മാസങ്ങളായി വീടൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. കാരണം ഇങ്ങനെ ഓട്ടത്തോടോട്ടമായിരുന്നു, കുറേ വീഡിയോസിൻ്റെ പിന്നാലെയും അങ്ങനെയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് അസുഖങ്ങളൊക്കെ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോകുന്നല്ലാതെ അടിച്ച് തുടച്ച് പോകുന്നല്ലാണ്ട് അങ്ങനെ കട്ടിലും അതൊക്കെ ഇങ്ങനെ മാറ്റി അങ്ങനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടിരുന്നില്ല. കാരണം കട്ടിലൊക്കെ എല്ലാം കൂടെ ആയി. നമ്മുടെ ഈ ഒരു ബെഡ്റൂം ഉണ്ടല്ലോ, അവിടെ 2 കട്ടിലിട്ട് നിന്ന് സ്പേസ് ഉണ്ടാവില്ല. അതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് ചൂല് വെച്ച് അടിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ഡോപ്പിയും കൂടി ഒന്ന് പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ അവിടെ ഒന്ന് ആ മുറി ഒന്ന് ക്ലീൻ ആക്കാം. ഒരു ദിവസം തന്നെ മൊത്തം വീടും ക്ലീൻ ആക്കാൻ ഞങ്ങളെ നടക്കില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ മുറി ഒന്ന് ക്ലീൻ ആക്കാം. അതിനുശേഷം ഓരോ ദിവസം ഓരോരോ മുറിയായി നമുക്ക് ക്രിസ്മസിന് മുമ്പ് മൊത്തം ക്ലീനിങ് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങൾ ഡോർഫിൻ ഞങ്ങളുടെ ഹൗസ് ഓണറിനോട് പറഞ്ഞു, സാറേ നമുക്ക് ഈ വീടൊന്ന് പെയിൻറ്റ് അടിച്ച് തരുമെന്ന് വെച്ചപ്പോൾ കുട്ടികളുള്ളതുകൊണ്ട് പെയിൻറ്റ് അടിച്ച് തരാൻ പറ്റില്ല എന്നാണ് സാറ് പറയുന്നത്. ആദ്യമൊക്കെ ഈ സാറ് ഞങ്ങളോട് പറഞ്ഞു കേട്ടോ, മൂന്ന് വർഷത്തിലൊരിക്കലേ ഞാൻ പെയിൻറ്റ് അടിക്കുള്ളൂ എന്ന്. പക്ഷേ സത്യം പറഞ്ഞ ഗൈസ്, ഞങ്ങൾ ഈ വീട്ടിൽ വന്നപ്പോൾ സാറ് ഈ വീടിൻ്റെ ഉള്ളിൽ പെയിൻറ്റ് അടിച്ചിരുന്നില്ല. ഭയങ്കര കരി പിടിച്ച് കിടക്കുമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ആ റൂഫൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ തോർത്തൊക്കെ കെട്ടി ഞങ്ങൾ ആദ്യം ക്ലീൻ ചെയ്യാൻ നിന്നെങ്കിലും തോർത്തിന് പൊടിയെ ചെറുക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയ ഡോപ്പി പോയിട്ട് മാസ്ക് മേടിച്ചിട്ട് വന്നിട്ടോ. പിന്നെ മാസ്ക് വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ ക്ലീനിങ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇങ്ങോട്ട് മാറിയ സമയത്ത് മൊത്തം കരി പിടിച്ച് കിടക്കുമായിരുന്നേ. പുറത്ത് മാത്രം, പുറം ഭാഗം മതിലും പിന്നെ ഈ ടെറസിൻ്റെ മുകളിലാണ് സാർ പെയിൻറ്റ് അടിച്ചുള്ളൂ. ബാക്കി ഉള്ളിൽ കുറച്ച് ഞങ്ങൾ പെയിൻറ്റ് അടിച്ചെടുത്താണ്. അപ്പോഴും നമുക്ക് റൂഫിൽ പെയിൻറ്റ് അടിക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു മാസം 2 മാസമോ അങ്ങനെ എത്രയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിങ്ങോട്ട് മാറിയതേ. അപ്പോൾ അതിൻ്റെതായ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളും പിന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഡോറിന് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങൾ 2 പേരും കൂടെ തന്നെയാണ് ഇവിടെ ക്ലീനാക്കി അങ്ങനെ താമസം തുടങ്ങിയത് കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ ഈ മുറി വൃത്തിയാക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വന്ന സമയത്ത് പോലും ക്ലീൻ ആക്കാനായിട്ട് വെച്ചാൽ ഞങ്ങളുടെ അടുത്തൊന്നും ഫർണിച്ചർ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കയറി നിന്ന് ക്ലീൻ ആക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ടോ, അത് ഈ റൂമിൽ നമ്മുടെ വാഷ്റൂം, നമ്മുടെ ഈ ഹോസ്പിറ്റലിലേക്ക് വാഷ്റൂം ചെയ്യത്തില്ലേ, അതുപോലെയാണ് ഈ റൂമിലുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേൾഭാഗമാണ് ഈ കാണുന്നത്. ഞങ്ങൾക്ക് അന്നേരം ഞങ്ങളിങ്ങോട്ട് മാറിയ സമയത്തൊന്നും ഒരു കുതിര കൊണ്ടുവന്ന് വെച്ച് ക്ലീൻ ആക്കാനൊന്നും സാധിച്ചിരുന്നില്ല. അപ്പോൾ അതിൻ്റെ മേൾ ഇങ്ങനെ കിടക്കുന്നത്. ഇത്തവണ ഡോഫിൻ നമ്മുടെ 2 ബെഞ്ച് ഒരുമിച്ച് മേളിൽ കയറ്റിയിട്ടിട്ട് അങ്ങനെയാണ് അതൊന്ന് അടിച്ചെടുത്തത് കേട്ടോ. ഈ കാണുന്നത് നിറയെ പൊടിയാണ് കേട്ടോ. ഞാൻ തലയിൽ തോർത്തൊക്കെ കെട്ടിയത്, അതെല്ലാം കൂടി എൻ്റെ തലയിലോട്ട് വീണ് ആകെ 4 മുടിയുള്ളൂ. അതും കൂടി പൊഴിഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. പിന്നെ ഫാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുടക്കാറുള്ളതാണ്. എന്നാലും ഇത്രയും പൊടി അതിൻ്റെ മുകളിൽ കിടക്കുമ്പോൾ നമ്മളത് തുടച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ അതെല്ലാം അവനവൻ്റെ റിസ്കിൽ അതെല്ലാം അങ്ങ് തുടക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ശരിയാവത്തില്ല. ജനലും ഇതെല്ലാം ഞാൻ ഇടയ്ക്ക് തുടക്കാറുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പൊടി കൂടുതലുണ്ട്. എനിക്ക് തോന്നുന്നത് റെയിൽവേയുടെ കുറച്ച് ഈ പൂഴി മണ്ണൊക്കെ അടിച്ചപ്പോഴേക്കും മഴക്കാലമാണെങ്കിൽ അത്ര അറിയത്തില്ല. എന്നാൽ പോലും നമ്മുടെ കാറാണെങ്കിലും അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലാണെങ്കിലും ഒക്കെ ടാങ്കുമേലൊക്കെ നമ്മൾ അതൊക്കെ ഒന്ന് കഴുകിയാൽ പോലും നിറച്ചിങ്ങനെ പൊടി എപ്പോഴും കാണാം കേട്ടോ. കുറച്ച് പൊടി കൂടുതലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുവിധം 2 ആളും കൂടെ ഈ മുറി, ഒരുവിധമല്ല വളരെ നന്നായി തന്നെ ഞങ്ങൾ ഈ മുറി 2 പേരും കൂടെ ക്ലീൻ ചെയ്തു കേട്ടോ. ക്ലീൻ ചെയ്ത് അടിച്ച് തുടച്ച് നീറ്റാക്കി എടുത്തു കേട്ടോ. ഞാൻ ഈ സ്വിച്ച് ബോർഡൊക്കെ ഉരച്ചടിച്ചടിച്ചടിച്ച് അങ്ങനെ ആക്കി എടുത്താണേ. ഇതൊക്കെ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ഉരക്കാറുള്ളതാണ്. എന്നാലും ഇത്തവണയും അതുപോലെ തന്നെ ഉരച്ചെടുത്തു. എനിക്കാകെ കട്ടിൻ്റെ അടിഭാഗം മാത്രമാണ് ഇങ്ങനെ വലിച്ചടിക്കാൻ പറ്റാത്ത സൗകര്യം ഇല്ലാത്തത്. കാരണം 2 കട്ടിലിവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നത് കൊണ്ടേ കണ്ടോ ഇങ്ങനെ. പിന്നെ നമ്മൾ ആ ബെഡ് സൈഡ് കൊണ്ടുവന്നിട്ട് ഇത്തവണ ഈ ബെഡിൻ്റെ സൈഡിൽ വെച്ചു. ഞാൻ കർട്ടനൊക്കെ മാറ്റി, ഞാനല്ല ഡോപ്പിയാണ് കർട്ടനൊക്കെ ഇട്ടത് കേട്ടോ. കർട്ടനെല്ലാം ഇട്ടതും പിന്നെ ഫാനൊക്കെ തുറക്കാനും ഡോപ്പിക്കലേ പറ്റുള്ളൂ. എനിക്ക് അതുമേലൊന്നും കയറി വന്നാലും എൻ്റെ കയ്യിൽ നിർത്തത്തില്ല. അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ നീറ്റാക്കി. ഈ പിള്ളേർ വരുമ്പോഴേക്കും അവർ സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ഇതിൻ്റെ പൊസിഷനൊക്കെ മാറ്റിയിട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട്. മിക്കവാറും 1 മാസം 2 മാസം കഴിയുമ്പോഴേക്കും അങ്ങനെ നമ്മൾ മൊത്തം ക്ലീൻ ചെയ്ത് ഇങ്ങനെ മാറ്റാറുണ്ട്. അതിന് ശേഷം പിന്നെ കുറേ നമ്മുടെ ബ്ലാങ്കറ്റ്സും അതുപോലെ തന്നെ പില്ലോ കവർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നതെല്ലാം മടക്കി വീണ്ടും ഒരു കാർട്ടൻ്റെ അകത്താക്കിയൊക്കെ വെക്കുകയാണ്. എനിക്ക് അലമാരയിൽ സ്ഥലമില്ല. അതിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ എമ്മിക്കുട്ടിയും റബേക്കായും കൂടെ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവർക്കത് വേണം, ഇത് കൊള്ളാൻ, ഞങ്ങൾ വീട്ടിലിട്ടോട്ടെ എന്നൊക്കെ ചോദിച്ച് കളിയായിരുന്നു കേട്ടോ. കുറേ നേരം പിന്നെ അതിൻ്റെ പിന്നിലായിരുന്നു. ഇവർ വന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും എല്ലാം കഴിയണമെന്നായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷേ അത് നടന്നില്ല. കാരണം ഇവർക്ക് വണ്ടി ഈ ദിവസങ്ങളിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ പോയി കൂട്ടേണ്ടതായിട്ടൊക്കെ വന്നു. അപ്പം ഞങ്ങൾ പിന്നെ ഇതിൻ്റെ ഇടയിൽ അതുങ്ങളെ കൂട്ടാൻ പോയി, ചായയൊക്കെ കുടിച്ചു. അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടോ. ഇവരെ കൂട്ടാൻ പോകണമെന്നും എടുക്കാൻ പറ്റില്ല, ഓർത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇത്. പണ്ട് തുടങ്ങിയ വീട്ടിലിങ്ങനെ, ഞാൻ കോൺവെൻറ്റിലായിരുന്നപ്പോൾ ശനിയാഴ്ചയെന്ന് പറഞ്ഞാൽ ജനറൽ ക്ലീനിങ്ങിൻ്റെ ദിവസമായിരുന്നു. പിന്നെ വീട്ടിലാണെങ്കിലും ഞാനും ഡാഡിയും കൂടെ വീടൊക്കെ ഇങ്ങനെ ശനിയാഴ്ചകളിലായിരുന്നു തുടക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വീടൊക്കെ ക്ലീൻ ചെയ്യാനും തുടച്ചിട്ടാണെങ്കിൽ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായി നാളെ കാണാം. ബൈ, ടേക്ക് കെയർ.